നിലമ്പൂരിലെ നിലവിലെ രാഷ്ട്രീയ ചിത്രം എന്ത്? മുൻ വർഷങ്ങളിലെ കണക്കുകൾ വെച്ച് പരിശോധിക്കാം. മഹേഷ് പോലൂർ ചേരും. മഹേഷ്, അത് ആ മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് UDFന്റെ ഉറച്ച കോട്ടയാണ്. ഒരു കാലത്ത് ആര്യാടൻ മുഹമ്മദ് തന്റെ തട്ടകമായി നിലനിർത്തി പോന്ന മണ്ഡലമാണ്. പക്ഷേ PV അൻവറിനെ വെച്ച് 2 കുറി LDF ആ മണ്ഡലത്തിൽ വിള്ളലുണ്ടാക്കുന്നതും അത് പിടിച്ചടക്കുന്നതും നമ്മൾ കണ്ടതാണ്. വീണ്ടും അപ്രതീക്ഷിതമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ആർക്ക് സാധ്യത കൽപ്പിക്കാൻ കഴിയും നമുക്ക് ഈ സമയം? സൈഫുദ്ദീൻ, 2 UDF ആണെങ്കിലും LDF ആണെങ്കിലും അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്, അതായത് രണ്ടും ഞങ്ങളുടെ തട്ടകമാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. കാരണം UDFന്റെ കയ്യിൽ കാലങ്ങളോളം ഇരുന്ന മണ്ഡലം LDF സ്വതന്ത്രരായി വന്ന് 2016 PV അൻവർ ഇടത്തോട്ട് ചരിക്കുന്നത്, ചുവപ്പിക്കുന്നത് നിലമ്പൂരിനെ. പക്ഷേ അതിനുശേഷം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം മാറി. നിലമ്പൂരിൽ എങ്ങനെയാണ്? 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിലമ്പൂരിലുള്ളത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 1 നിലമ്പൂർ നഗരസഭയാണ്. അത് ചുവന്നിരിക്കുന്നു. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ. അമരമ്പലം പഞ്ചായത്തും LDF ഭരിക്കുന്നു. പോത്തുകൽ പഞ്ചായത്തും LDF ഭരിക്കുന്നു. അപ്പോൾ 8 ഇടങ്ങളിൽ 5 സ്ഥലങ്ങളിൽ LDF ഭരിക്കുന്ന സ്ഥലങ്ങളാണ്. ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, വഴിക്കടവ് പഞ്ചായത്തുകൾ UDF ഭരിക്കുന്ന സ്ഥലമാണ്. അതിൽ ചുങ്കത്തറ പഞ്ചായത്ത് ഒന്ന് എടുത്തു പറയേണ്ട പഞ്ചായത്ത് തന്നെയാണ്. കാരണം ചുങ്കത്തറ എന്ന് പറയുന്നത് PV അൻവർ LDFനോട് അകന്ന് UDFനോട് തൊട്ടരികെ എത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതും. അവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അന്ന് LDF ടിക്കറ്റിൽ ജയിച്ച നുസൈബ സുധീർ, അവർ ഒരു അവിശ്വാസത്തിന് അനുകൂലമായി UDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ഭരണം കീഴ്മേൽ മറിയുകയും അവിടെ UDF ഭരിക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് ചുങ്കത്തറ. എടക്കരയും കരുളായിയും ഒരു ഒപ്പത്തോടൊപ്പം നിൽക്കുന്ന ഒരു 2 പക്ഷവും ഒരുപോലെ തന്നെ പ്രതീക്ഷ കൈവെക്കുന്ന സ്ഥലമാണ്. മൂത്തേടം ഒരല്പം എഡ്ജ് UDFനുള്ള സ്ഥലമാണ്. വഴിക്കടവ് UDFന് അനുകൂലമായി നിൽക്കുന്ന സ്ഥലമാണെങ്കിലും അവിടെ LDFന് ഇത്തവണ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ അവിടെ ഡിവിഷനിൽ നിന്ന് ജയിച്ചു വന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ജയിച്ചു വന്ന LDFനും നേരിയ സാധ്യതകളൊക്കെ ഉള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും ചുങ്കത്തറയാണ് രാഷ്ട്രീയ മാറ്റം ഈ സമീപകാലത്ത് അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2 LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരുപോലെ പ്രതീക്ഷ വെക്കുന്നു. 2021 കണക്ക് ഇങ്ങനെയാണ് സൈഫുദ്ദീൻ. 2,25,356 പേർ വോട്ടർമാരായി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 1,73,205 പേർ അന്ന് വോട്ട് ചെയ്തു. നോക്കൂ, PV അൻവർ 81,227 വോട്ട് നേടി. 46.9% വോട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നു. VV പ്രകാശ് UDF സ്ഥാനാർത്ഥി 78,527 വോട്ട് നേടി. 45.34% വോട്ട് അദ്ദേഹം നിലമ്പൂരിലെ സമ്മതിദാനാവകാശം അദ്ദേഹത്തിന് ആളുകൾ വിനിയോഗിച്ചു. TK അശോക് കുമാർ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി 8,595 വോട്ട്. അവിടെ 4.96 അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനം. BJPയുടെ വോട്ടൊന്ന് നോക്കണേ സൈഫു. BJPയുടെ വോട്ട് അതിന് മുന്നത്തെ കണക്കൊന്ന് കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഭൂരിപക്ഷം PV അൻവർ 2700, വലിയ തിളക്കമില്ലാത്ത ഒരു വിജയം. LDF വലിയ വിജയം സംസ്ഥാനത്തുടനീളം നേടിയപ്പോഴും PV അൻവറിന് നിലമ്പൂരിൽ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു ആദ്യ തവണത്തെ മത്സരത്തെ അപേക്ഷിച്ച്. ആദ്യ തവണ നോക്കൂ, 2016 2,06,057 വോട്ടർമാർ, 1,62,524 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. അതിൽ അന്ന് PV അൻവർ 77,858 വോട്ട്, 47.91% വോട്ട് 2016 PV അൻവറിന് ലഭിച്ചു. ആര്യാടൻ ഷൗക്കത്ത് 66,354 വോട്ട്, 40.83%. ഇതാണ് BJPയുടെ അന്നത്തെ BDGSന്റെ സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കട്ട് അന്ന് 12,254 വോട്ട് നേടിയിരുന്നു. അത് 2021 വന്നപ്പോൾ BJP സ്ഥാനാർത്ഥിക്ക് അത്രയും നേടാനായില്ല, NDA കാൻഡിഡേറ്റ് തന്നെ. പക്ഷേ അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു. ഏതാണ്ട് 3% വോട്ട് ഇടിവ് BJPക്ക് 2021 ഉണ്ടായി. 7.56% അന്ന് നേടാനായത്. PV അൻവർ നോക്കൂ, ഭൂരിപക്ഷം 11,504 അദ്ദേഹത്തിൻ്റെ ആദ്യ വരവിൽ അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയപ്പോഴുണ്ട്. സൈഫു, ഇതാണ് കണക്കെങ്കിലും ഈ ചിത്രത്തിൽ നമുക്കൊരു കൗതുകം. ഒരു പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് എങ്ങാനും UDFന്റെ സ്ഥാനാർത്ഥിയായി അവിടെ വന്നാൽ 2 പേരും ഷെയ്ക്കൻഡ് കൊടുത്ത് ഇത്തവണ വോട്ട് തേടാൻ ഇറങ്ങും എന്നുള്ളൊരു കാഴ്ചയും കൂടെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് സൈഫു.